അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെറി ബ്ലോസവും ഒക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത ഭാഗമായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് പതുക്കെ ഇറങ്ങി. പിന്നെ ഞാൻ പോകുന്നത് നോട്ടിംഗ് ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. അപ്പോൾ അവിടുന്ന് നോട്ടിംഗ് ഹിൽ ഗേറ്റിൽ സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നെ കുറച്ച് ദൂരം നടക്കാനുണ്ട്, നല്ലോണം നടക്കാനുണ്ട്. അതിനുശേഷം ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കി കണ്ടുപിടിക്കാനുണ്ട്. ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ തപ്പി നോക്കി. അങ്ങനെ നോട്ടിംഗ് ഹിൽ ആ സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പം ഇത് ഇവിടെ പോകാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ UK വന്ന സമയത്ത് ഹസ്ബൻഡ് ഒരു മൂവി കാണാൻ പറഞ്ഞ്, നോട്ടിംഗ് ഹിൽ എന്ന് പറഞ്ഞിട്ട് നല്ല മൂവിയാണ്, കണ്ടോക്ക് ഇഷ്ടാവും എന്നൊക്കെ പറഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട്. ആ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസം. ഫുള്ള് കളേഴ്സ്, കുറേ നല്ല നല്ല കളേഴ്സ് ഇങ്ങനെ അടിച്ചിട്ടുള്ള കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ ഷോപ്സ് മാത്രമല്ല, കുറേ വീടും എല്ലാം ഇതേപോലെ ഇങ്ങനെ ഭയങ്കര കളർഫുള്ളാണ്. ഭയങ്കര രസമാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നടന്ന സ്ട്രീറ്റിൽ കൂടെ. അപ്പം മെയിനായിട്ട് ആ മൂവിയിൽ വരുന്നത് ഒരു ബുക്ക് ഷോപ്പ് വരുന്നുണ്ട്, പിന്നെ ഒരു പോർട്ടബിളോ മാർക്കറ്റ്. ആ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് മെയിൻ മൂവിൻ്റെ എന്തൊക്കെ സീൻസൊക്കെ അഭിനയിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മൂവി കണ്ടവർക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നടക്കാൻ. അപ്പോഴാണ് ഈ ആലീസ് എന്ന് പറഞ്ഞൊരു ആൻറ്റിക് ഷോപ്പ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വെറുതെ കയറി നോക്കി കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കാണാൻ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കി, അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം മാർക്കറ്റിലേക്ക് തുടങ്ങിയിട്ട് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രീറ്റിൽ ഫുൾ ഇങ്ങനെ എന്താ പറയുക, ജാക്കറ്റ്സ്, അവിടുത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബ്ലൂ ഡോർ കാണാനുണ്ട് അവിടെ. ആ മൂവിയിലില്ലത് കേട്ടോ. സത്യം പറഞ്ഞാൽ അതല്ല കേട്ടോ, ഇനി വേറെ എവിടെയോ ആണ്. അതെനിക്ക് കണ്ടുപിടിക്കാനുള്ള സമയം കിട്ടിയില്ല. അതിനുശേഷം ഞാൻ പോകുന്ന ആ മൂവിയിൽ തന്നെ വേറെ ലൊക്കേഷനാണ് ആ ഒരു ബുക്ക് ഷോപ്പ് കേട്ടോ. അതിൽ ആ മെയിൻ ആക്ട്രസിൻ്റെ പിക്ചറെല്ലാം വെച്ചിട്ടുണ്ട് അടുത്ത്, ജൂലിയ റോബർട്ടിൻ്റെ. അപ്പം അങ്ങനെ അവിടുന്ന് ഞാൻ ഒരാളോട് ഫോട്ടോ ഒക്കെ എടുത്തരോ ചോദിച്ചു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന പോലെ ഏതോ ഒരു വീട്ടിലേക്ക് ഞാൻ കയറി നിന്ന് അങ്ങനെ അവിടുന്ന് ഫോട്ടോ എടുത്ത്. ആരെങ്കിലും ലണ്ടനിലൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. നമ്മളെപ്പോഴും പോവുകയാണെങ്കിൽ ലണ്ടനായി ആ ഭാഗങ്ങളിൽ മെയിനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ലണ്ടൻ്റെ ഉള്ളിലോട്ടൊക്കെ ഓരോ സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ. നല്ല ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രീറ്റൊക്കെ ആയിരിക്കും, ഇങ്ങനെ വെറുതെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാനും ഇതേപോലെ ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്, പിന്നെ അതിന് ശേഷം ഞാൻ അവിടുന്ന് പതുക്കെ തിരിച്ച് വീണ്ടും കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ നമ്മളെ സ്റ്റേഷൻ എത്താൻ, ട്യൂബ് സ്റ്റേഷന്. അങ്ങനെ അങ്ങോട്ടേക്ക് തിരിച്ച് പോവാണ്. അതിൻ്റെ ഇടയിലൊരു മാർക്കറ്റിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കണ്ട്, അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ തോന്നി. പിന്നെ ഞാൻ ഇതൊക്കെ പിടിച്ച് നടക്കണ്ടേ, അപ്പോൾ അതൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിയില്ല. പിന്നെ അവിടെ നിന്ന് ഒരു ചിപ്സൊക്കെ കഴിച്ച് തിരിച്ചു പോയി.